പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കർത്താവിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരും ശുഭമായിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പത്രഭൃത്യന്മാർക്കും യേശു ക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ചില നിമിഷങ്ങൾ നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മെ സൗഖ്യമാക്കുന്ന, നമ്മെ കുഴിയിൽ നിന്ന് കയറ്റുന്ന തിരുവഴുത്തിലേക്ക് നമ്മുടെ വിലപ്പെട്ട ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാമത്തെ വാക്യം. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്തിൽ ചാരിക്കൊണ്ടിരുന്നു. വാക്യം ഒന്നുകൂടെ പറയുന്നു. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്തിൽ ചാരിക്കൊണ്ടിരുന്നു. നമുക്ക് ഒരു മുഖവരയുമില്ലാതെ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേദപുസ്തകത്തിൽ നിന്ന് അവരെ സ്വാധീനിച്ച പല വ്യക്തികളും ഉണ്ടായിരിക്കാം. കർത്താവായ യേശു ക്രിസ്തു, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് സാക്ഷാത് ദൈവമാണ്. എന്നാൽ കർത്താവിനെ അല്ലാതെ ബൈബിളിലെ ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ, വ്യക്തികൾ ഒക്കെ വിവിധ രീതികളിൽ നമ്മെ സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് എൻ്റെ ധ്യാനത്തിലൂടെ എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കേന്ദ്ര കഥാപാത്രം, യോഹന്നാൻ എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യൻ. അതിനുള്ള ചില കാരണങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് നിരത്തി വെക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ ബാക്കി 3 സുവിശേഷങ്ങളിൽ ഇല്ലാത്ത ചില പ്രത്യേകതയുണ്ട്. ഒത്തിരി പ്രത്യേകതയുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങളെ പൊതുവെ സമവീക്ഷണ സുവിശേഷങ്ങൾ, സിനാപ്റ്റിക് ഗോസ്പൽ എന്നാണ് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലും. അതിലൊരു കാര്യം, ആദ്യത്തെ 3 സുവിശേഷകന്മാരും യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഗലീലയിൽ നിന്നാണ്. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത് യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് യഹൂദിയിൽ നിന്നാണ്. അതൊരു വ്യത്യസ്തത തന്നെയാണ്. കൂടാതെ രണ്ടാമത് നമ്മൾ ചിന്തിച്ചാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ
രണ്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, യേശു ചെയ്ത പ്രവർത്തികളുമുണ്ട്, യേശു ചെയ്ത അടയാളങ്ങളുമുണ്ട്. ഇപ്പം ഇത് രണ്ടും രണ്ടാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. രണ്ടും രണ്ടാണ്. യേശു ചെയ്ത പ്രവൃത്തി, യേശു ചെയ്ത അടയാളം. ഇപ്പൊ യേശു ചെയ്ത പ്രവൃത്തി എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരുടെ കാൽ കഴുകിയത് ഒരു പ്രവൃത്തിയാണ്, യേശു ചെയ്ത പ്രവൃത്തിയാണ്. പക്ഷേ വെള്ളം വീഞ്ഞാക്കിയത് യേശു ചെയ്ത അടയാളമാണ്. മറ്റു സുവിശേഷങ്ങൾക്കകത്ത് ഇല്ലാത്തൊരു കാര്യമാണിത്. മറ്റു സുവിശേഷങ്ങൾക്കകത്ത് ഏതെങ്കിലും ഒന്നേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ യേശു ചെയ്ത പ്രവൃത്തി എന്ന ഒരു ഒറ്റ കാറ്റഗറിയിലാണ് കാണുന്നത്. കൂടാതെ സമവീക്ഷണ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ, ശക്തി, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് പകരം യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത് ശക്തി എന്നല്ല, അത്ഭുതമെന്നല്ല, വീര്യപ്രവൃത്തി എന്നല്ല. ഇതൊക്കെ സമവീക്ഷണ സുവിശേഷങ്ങളിലാണ്. യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം അടയാളം എന്ന പദമാണ്. അടയാളം എന്ന പദമാണ്. ഇങ്ങനെ നമുക്ക് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. പക്ഷേ ഞാൻ പറയാൻ വന്ന ആ ഒരു പ്രധാന പോയിന്റ് അതല്ല. പ്രധാന പോയിന്റ് യോഹന്നാന്റെ സുവിശേഷം യോഹന്നാനാണ് എഴുതിയതെന്ന് നമ്മൾ പറയാൻ കാരണം യോഹന്നാന്റെ സുവിശേഷം എന്ന് ഹെഡിങ് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 21 അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ഒറ്റ പ്രാവശ്യം പോലും യോഹന്നാന്റെ പേര് തന്റെ സുവിശേഷത്തിൽ പറയുന്നില്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒന്നാമത്തെ വിഷയം. പക്ഷെ ബാക്കി 3 സുവിശേഷകന്മാരും അവരവരുടെ പേരുകൾ അവരവരുടെ സുവിശേഷങ്ങളിൽ പരാമർശിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 21 അധ്യായങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരില്ല. പിന്നെ ഇത് യോഹന്നാനാണ് എഴുതിയെന്നുള്ളതിന് എന്താണ് തെളിവ്? അതിന് ബാഹ്യവും ആന്തരികവുമായ തെളിവുകൾ വേറെ നിരവധി ഉണ്ട്. അപ്പം ഭാഗ്യമായ തെളിവുകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സഭാപിതാവായ ഐറേനിയസ്, കൂടാതെ പോളികാർപ്പ്, അലക്സാന്ദ്രിയയിലെ ക്ലെമന്ത് തുടങ്ങിയ വേദചിന്തകന്മാർ, ആത്മീക പിതാക്കന്മാരൊക്കെ ഇത് യോഹന്നാന്റെ സുവിശേഷമാണെന്ന് സമ്മർദ്ദിച്ച കാര്യങ്ങളൊക്കെ ബാഹ്യമായ തെളിവിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഇതിന്റെ ഒരു ആന്തരികമായ തെളിവ് നമുക്ക് തിരുവഴുത്തിൽ തന്നെ കണ്ടുപിടിക്കണം. അതിനകത്തൊരു സന്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരുന്നത്. സ്തോത്രം. ഇത് പറയുമ്പോൾ യോഹന്നാന്റെ പേര് പറയാതെ സുവിശേഷങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന്റെ കാരണം മത്തായും മർക്കോസും ലൂക്കോസും, നിങ്ങൾ ഈ 3 സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ ഏകദേശം 20 പ്രാവശ്യം യോഹന്നാന്റെ പേര് പറയുന്നുണ്ട് ഈ 3 സുവിശേഷന്മാരും കൂടെ ചേർന്ന്. അപ്പോൾ 20 പ്രാവശ്യം യോഹന്നാന്റെ പേര് പറയണം എങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പറയാതെ എങ്ങനെയാണ് ഈ സുവിശേഷം കൊണ്ടുപോകുന്നത്? പക്ഷെ അദ്ദേഹം തന്റെ പേര് പറയാൻ താല്പര്യപ്പെട്ടില്ല. പകരം തന്റെ പേര് പറയേണ്ട ചില നിർബന്ധിക്കപ്പെടുന്ന ചില ഭാവങ്ങളുണ്ട്. തന്റെ പേര് പറയാതെ പോകാൻ പറ്റില്ല. തന്റെ പേര് പറയാൻ താൻ നിർബന്ധിക്കപ്പെട്ട ചില ഭാഗങ്ങളിൽ താൻ തന്റെ പേരിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങളുണ്ട്. അതിലൊരു പദമാണ് നമ്മൾ വായിച്ച കുറുവാക്യത്തിലുള്ളത്. ഏതാ? യേശു സ്നേഹിച്ച ശിഷ്യൻ. കണ്ടോ? തന്റെ പേരിന് പകരം താൻ അവിടെ മെൻഷൻ ചെയ്തത് യേശു സ്നേഹിച്ച ശിഷ്യൻ. ഇനി അത് മാത്രമല്ല, വേറെ ചില പദപ്രയോഗങ്ങൾ കൂടെ താൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട്.
ഞാൻ അതുകൂടെ നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ 1-ാം അധ്യായത്തിലേക്ക് വന്ന് യോഹന്നാൻ 1-ാം അധ്യായം 35-ാം വാക്യം. 35-ാം വാക്യം. അവിടെ പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും ജോൺ ബാപ്റ്റിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറയുന്നത്. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ, അതിലൊരു ശിഷ്യൻ യോഹന്നാനാ, പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി എന്നേ ഉള്ളൂ. അത് യോഹന്നാനാണെന്നുള്ള തെളിവ് 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ 2 പേര് ആരാണെന്നുള്ളത് പരാമർശിക്കുന്നുണ്ട് 40-ാം വാക്യത്തിൽ. പക്ഷെ അവിടെ പരാമർശിക്കുമ്പം ആ 2 പേരിൽ ഒരാളുടെ പേര് പറയുന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, അവിടെയും യോഹന്നാൻ സ്നാപകരുടെ കൂടെ നിന്ന് 2 പേരിൽ 2 പേരുടെ പേര് പറയാതെ ഒരാളുടെ പേര് പറയുന്നുള്ളൂ. 40-ാം വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ, കണ്ടോ, 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവിടെയും യോഹന്നാന്റെ പേര് പറയാൻ നിർബന്ധിതമാണ്. പക്ഷെ യോഹന്നാൻ എന്ത് ചെയ്തു? തന്റെ പേര് പറയാതെ മറ്റേയാളുടെ പേര് പറഞ്ഞു. കണ്ടോ? എന്തുകൊണ്ടോ യോഹന്നാൻ തന്റെ പേര് പരാമർശിക്കുന്നതിനകത്തുനിന്ന് പുറകോട്ട് പോകുകയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നിരവധി ഭാഗങ്ങൾ, 1-2 വാക്യങ്ങൾ കൂടെ വേണമെങ്കിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. നിരവധി ഭാഗങ്ങൾ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് തന്നെയാണ്. 19-ാം അധ്യായം 26-ാം വാക്യത്തിലും അവിടെയും താൻ സ്നേഹിച്ച ശിഷ്യൻ നിൽക്കുന്നത് യേശു കണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടിയെന്ന. ആണോ? അവിടെ യോഹന്നാൻ എന്നുള്ളതിന് പകരം മറ്റേ ശിഷ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ 2-ാം വാക്യത്തില് 20-ന്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ. കണ്ടോ? അവിടെ യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ. കണ്ടോ? ഇനി 8-ാം വാക്യം 20-ന്റെ 8-ലേക്ക് വരുമ്പോൾ അവിടെയും മറ്റേ ശിഷ്യനും എന്നാ പറയുന്നത്. 21-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ, കണ്ടോ, യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ യോഹന്നാൻ ഒരിടത്തും തന്റെ പേര് പറയുന്നില്ല. പകരം തന്റെ പേര് പറയാൻ നിർബന്ധിക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം താൻ ഉപയോഗിക്കുന്നത് ഒന്ന്, കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ, ശിഷ്യന്മാരിൽ ഒരുത്തൻ, മറ്റേ ശിഷ്യൻ, യേശുവിന് പ്രിയനായിരുന്നവൻ. ഓ, എന്റെ ചോദ്യം, യോഹന്നാന് ഈ പേര് എഴുതിയത് കൊണ്ട് എന്താ പറ്റുന്നത്? പേരിന് വളരെ പ്രാധാന്യമുള്ള കാലമല്ലേ ഇപ്പൊ. ഞാന് ഏകദേശം 26 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തിരുവെഴുത്തുമായി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇവിടെ പ്രദീപ് ബ്രദറുണ്ട്, വർഗീസ്റ്റാനുണ്ട്, ഇങ്ങനെ 2-3 പേരുടെ പേര് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ പേര് പറയാതെ വിട്ടാൽ അവർക്കൊരു വിഷമമല്ലേ? അതെ, അതുകൊണ്ട് പേര് പറയാതിരിക്കുന്ന. പണ്ടേ ഞാൻ ആരുടെ പേര് പറയാറില്ല. എന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഈ ദൂതന്റെ പോളിസിയാണ്. ദൂതൻ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയപ്പം ആകാശത്തിലേക്ക് നോക്കിയിരിക്കുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് ഒറ്റ വന്ദന പറഞ്ഞ്, ഗലീല പുരുഷന്മാരെ എന്നാ പറഞ്ഞു. പറയാനാണ് ഓരോരുത്തരുടെ പേരെടുത്ത് പറയണം. കാരണം പത്രോസ് ഒട്ടും ചെറിയ പുള്ളിയല്ല, പന്തിരുവരിൽ പ്രധാനിയ. പത്രോസിന് വന്ദനം. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉള്ള ആളാണ് മറിയ, യേശുവിന്റെ അമ്മയോ. യേശുവിന്റെ അമ്മയ്ക്ക് വന്ദനം. ഓരോരുത്തർക്ക് പറയണം. പക്ഷെ ദൂതൻ ഒറ്റ വാക്കിൽ ഒതുക്കി. എന്ത്? ഗലീല പുരുഷന്മാരെ. ഞാനും അങ്ങനെ. ഞാൻ ഏത് കൺവെൻഷൻ വേദി പ്രസംഗിച്ചാലും ഏത് സ്റ്റേജിൽ പ്രസംഗിച്ചാലും ഞാൻ അവിടെ ഇരിക്കുന്നത് എത്ര വലിയ ആളാണെങ്കിലും ഞാൻ പേര് പറഞ്ഞ് അധികം പ്രാധാന്യം കൊടുത്ത് ഒരു വന്ദനം പറയാൻ നിൽക്കാറില്ല. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഇരട്ടി മാനത്തിന് യോഗ്യരായ ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ചെയ്യാത്തതിന്റെ കാരണം ഒരാളെ പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെയും പറയേണ്ടി വരും. അതുകൊണ്ടാണ്. നിങ്ങൾ ഒരാളുടെ 2 പേരുടെ പേര് പറഞ്ഞ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. സ്തോത്രം. പക്ഷേ 20 പ്രാവശ്യം മറ്റ് സുവിശേഷകന്മാർ പരാമർശിച്ച യോഹന്നാന്റെ പേര്
ഒരിക്കലും തന്റെ സുവിശേഷം തനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷെ താൻ ആ പേര് പറയാൻ താല്പര്യപ്പെട്ടില്ല. എനിക്കറിയാം, നോട്ടീസിൽ പേരടിച്ചപ്പം സെൻട്രൽ പാസ്റ്റർ പേര് ചെറുതായി പോയെന്ന് പറഞ്ഞ് 500 നോട്ടീസ് കത്തിച്ചു കളഞ്ഞ സെൻട്രൽ പാസ്റ്റർ എനിക്കറിയാം. കാരണം അതിന്റെ പ്രധാന വിഷയം, പേരൊരു പ്രധാന വിഷയം തന്നെയാണ്. സ്തോത്രം. പക്ഷെ യോഹന്നാന്റെ ഒരു പോളിസി എന്നറിയാമോ? എന്റെ സുവിശേഷത്തിൽ ഞാനല്ല ഉയർത്തപ്പെടേണ്ടത്, ഉയർത്തപ്പെടേണ്ടത് ക്രിസ്തുവാണ്. ഇന്ന് രാവിലെ നമ്മുടെ ദർശനങ്ങളിൽ വലിയ വ്യത്യാസമുണ്ടാകും. ഇതെവിടുന്ന് പഠിച്ചതാണെന്നറിയാമോ? യോഹന്നാൻ ആരുടെ ശിഷ്യനായിരുന്നെന്നറിയാമോ? യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നു. യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞത്? ഞാനോ കുറയണം, അവൻ വളരണം. തന്റെ ഗുരുവിൽ നിന്ന് താൻ മനസ്സിലാക്കിയ, താൻ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്മൊഴിയിൽ നിന്നാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിലെ 21 അധ്യായങ്ങളിൽ നിന്ന് തന്റെ പേരെ മാറ്റിക്കളഞ്ഞു. പകരം തന്റെ പേര് എവിടെയൊക്കെ മാറ്റിയോ അതിനേക്കാൾ ഇരട്ടിയായി യേശുക്രിസ്തുവിന്റെ പേരും യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുന്ന ഒരു ത്വരയാണ് യോഹന്നാനിൽ കണ്ടത്. ഇന്ന് രാവിലെ നിങ്ങൾ പാടിയാൽ, നിങ്ങൾ പ്രസംഗിച്ചാൽ, നിങ്ങൾ സഭയിൽ പോയാൽ, നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങളുടെ പേരിനല്ല പ്രാധാന്യം വരേണ്ടത്, ക്രിസ്തുവിനെ ഉയർത്തുക. ഞാനോ ഉയർത്തപ്പെട്ടാൽ നിങ്ങളും ഉയർത്തപ്പെടും എന്നുള്ളതാണ് യേശു കർത്താവ് പറഞ്ഞതെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ ദർശനത്തിൽ ഒരു വലിയ വ്യത്യാസം വരട്ടെ. ഇനി രണ്ടാമത്, എന്നെ യോഹന്നാനിൽ എന്ന വ്യക്തി എന്നെ സ്വാധീനിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് യോഹന്നാന്റെ ശുശ്രൂഷയിലെ ഒരു വ്യത്യസ്തതയാണ്. യോഹന്നാന്റെ ശുശ്രൂഷയിലെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളൊന്നും ഒറ്റയാൻ പ്രവർത്തനമല്ലായിരുന്നു. നമുക്കിന്നിപ്പം ഭൂരിഭാഗം ഒറ്റയാൻ പ്രവർത്തനങ്ങളാണ്. യേശു പറഞ്ഞത്, നിങ്ങൾ 2 പേർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഗ്രാമത്തിലേക്ക് പോകാനാണ് പറഞ്ഞത്, സുവിശേഷീകരണത്തിൽ. അവരത് അപ്പോസ്തല പ്രവൃത്തിയിലും ഫോളോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വേദവസ്തം വായിച്ചാൽ മനസ്സിലാവും, എപ്പോഴും പത്രോസും യോഹന്നാനും കൂടെ ആയിരുന്നു ശുശ്രൂഷിച്ചത്. അല്ലെ പത്രോസ് ഒറ്റയ്ക്കോ യോഹന്നാൻ ഒറ്റയ്ക്കോ അങ്ങനെ ഒരു ഒറ്റയാൻ പ്രവർത്തനമല്ലായിരുന്നു. അപ്പൊ തന്നെ നിങ്ങളൊന്ന് ഓർക്കണം, 2 പേർ ഒരുമിച്ച് പ്രവർത്തിക്കണമെങ്കിൽ എന്തുമാത്രം ഐക്യത അവിടെ വർക്കാകണമെന്ന് നോക്കണം. നമുക്ക് അത് ഇച്ചിരി പാടാണ്, അതൊരു ബുദ്ധിമുട്ടായ കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് എവിടെ പോയാലും പൗലോസ് കൂടെ ഒരാളെ കൂടെ കൊണ്ടുപോകും. ഒന്നെങ്കിൽ ശീലോസ്, അല്ലെങ്കിൽ മർക്കോസ്, അല്ലെങ്കിൽ ലൂക്കോസ്. കാരണം 2 പേരായിട്ടാണ് പോകുന്നത്, ഒറ്റയ്ക്കല്ല പോകുന്നത്. സ്തോത്രം. അപ്പോൾ ഇത് കർത്താവ് അവരെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഈ പത്രോസും യോഹന്നാനും കൂടെ ഒരുമിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരിടത്തും യോഹന്നാൻ മെയിൻ സ്ട്രീമിൽ വന്നിരുന്നില്ല. മെയിൻ സ്ട്രീമിൽ നിന്നത് മുഴുവൻ പത്രോസ് ആയിരുന്നു. വേണമെങ്കിൽ യോഹന്നാനും പറയാം, നിനക്കെന്തോ പ്രത്യേകത, ഞാനും നീയും എന്താണ് യേശുവിന്റെ കൂടെ നടന്ന ആളാണ്. പത്രോസിനെ സംബന്ധിച്ച് യേശുവിന് വേണ്ടി മരിക്കുമെന്ന് പറഞ്ഞു, യേശുവിനെ മറ്റുള്ളവരിൽ അധികമായി സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു. അത് പത്രോസിന്റെ വാദമാണ്. പക്ഷേ യേശു പറഞ്ഞത് എന്താ? ഞാൻ സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ എന്താ പറഞ്ഞത്. അപ്പം കുറച്ചുകൂടെ പ്രയോറിറ്റി ആർക്കാ കൂടണ്ടേ? യോഹന്നാനാ കൂടണ്ടേ. പക്ഷേ പത്രോസ് ലീഡ് ചെയ്യുന്ന ശുശ്രൂഷയിൽ മെയിൻ സ്ട്രീമിലേക്ക് വരാൻ താല്പര്യപ്പെടാതെ പത്രോസിന്റെ കൂടെ നിഴല് പോലെ നിൽക്കുന്ന യോഹന്നാനെയാണ് ഞാൻ കണ്ടത്. ഇന്നത്തെ കാലത്താണ് ഒന്നും പറയണ്ട, ബൈബിൾ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് പഠിച്ചിറങ്ങുമ്പോഴേ അവർ അസിസ്റ്റന്റിനെ കൊണ്ട് അവരിറങ്ങുന്നത്. ഇനി സൂമിനകത്തെങ്ങാനും ഒരു 2 വർഷത്തെ ബൈബിൾ സ്കൂളിലെങ്ങാനും പഠിച്ചു പോയി കഴിഞ്ഞാൽ, അവരവരുടെ പ്രാദേശിക സഭയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പാസ്റ്റർമാർക്കൊന്നും കീഴ്പ്പെടുകയല്ല. ഞാനും ബൈബിൾ സ്കൂളിൽ പഠിച്ച ആളല്ലേ, പിന്നെ ഈ പുള്ളി എന്തോ ഈ പ്രസംഗിക്കുന്നത് എന്നൊക്കെ വിമർശനങ്ങൾ തുടങ്ങും. കാര്യം ഓൺലൈനിൽ കൂടെ പഠിച്ചു പോയില്ലേ. ഇവിടെ നിങ്ങൾ ഈ യോഹന്നാനെ നോക്കി, അദ്ദേഹം
എപ്പോഴും പത്രോസിന്റെ കൂടെ നിൽക്കാനാണ് ഇഷ്ടപ്പെട്ടെ, മെയിൻ സ്ട്രീമിലേക്ക് വരാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ ഈ 1-ാം അധ്യായത്തിൽ പ്രധാനമായി നമുക്കറിയാമല്ലോ, 1-ാം അധ്യായത്തിൽ ഈ പത്രോസ് 120 പേരുള്ള സംഘത്തിന് നടുവിൽ എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോഴും അവിടെയും യോഹന്നാൻ ആ 120 പേരുടെ കൂടെയാണ്, മെയിൻ സ്ട്രീമിലല്ല. ഇനി 2-ാം അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 2-ാം അധ്യായത്തിലും അതെ 14-ാം വാക്യത്തിൽ പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറഞ്ഞെന്ന്, അവിടെയും മെയിൻ സ്ട്രീമിൽ പത്രോസാണ്, യോഹന്നാൻ ഈ 11 പേരുടെ കൂടെ മാത്രമാണ്. ഇനി നിങ്ങൾ 3-ാം അധ്യായത്തിലേക്ക് വന്നേ. 3-ാം അധ്യായം 1-ാം വാക്യം എന്താ പറയുന്നത്? ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒരിക്കൽ പ്രാർത്ഥനാലയത്തിലേക്ക് പോയി. അവിടെയും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന പത്രോസാ, രണ്ടാമതേ ഉള്ളൂ യോഹന്നാൻ. ഇനി അതേ 3-ാം അധ്യായത്തിൽ അതിന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, പ്രത്യേകിച്ച് എസ്പെഷ്യലി 4-ാം വാക്യം ശ്രദ്ധിച്ചാൽ, പത്രോസ് യോഹന്നാനോട് അവനെ ഉറ്റുനോക്കിയെന്ന്. പത്രോസ് യോഹന്നാനോട് കൂടെ അവിടെ മെയിൻ സ്ട്രീമിൽ ആരാ വരുന്നത്? പത്രോസാ വരുന്നത്. ഇനി അത് മാത്രമല്ല, നിങ്ങൾ വീണ്ടും തിരുവെഴുത്തുകൾ പഠിച്ചാൽ ഈ 8-ാം അധ്യായത്തില് ശമരിയക്കാരുടെ അടുക്കൽ പത്രോസും യോഹന്നാനും വരിക. കാരണം ഫിലിപ്പോസ് അവിടെ ചെന്ന് പ്രസംഗിച്ചു, ആളുകൾ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. എന്നാൽ അവിടെ ആത്മസ്നാനം ഉണ്ടായില്ല. പകരം അവിടെ ആത്മസ്നാനത്തിന് ശുശ്രൂഷ ചെയ്യാൻ യെരുശലേമിൽ നിന്ന് 2 ദൈവദാസന്മാരെ വിട്ടു. നിങ്ങൾ 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും കൂടെ അവിടെ കൂടെ അയച്ചെന്ന്. കണ്ടോ? നോക്കി, അവിടെ ആരാ മെയിൻ സ്ട്രീമിൽ? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, എന്താ യോഹന്നാനെ നിനക്ക് മെയിൻ സ്ട്രീമിലേക്ക് വരാൻ വലിയ താല്പര്യമില്ലാതെ ഇദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിന്റെ കീഴിൽ ഇങ്ങനെ നിൽക്കുന്നത്? നമ്മളാണ് നിൽക്കാൻ ഇഷ്ടപ്പെടുവോ? നമുക്ക് ഒരാള് നമ്മളെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ശുശ്രൂഷ നല്ലതാണ്, നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്നത് പറയാനല്ലേ നമുക്ക് ഇഷ്ടം. പക്ഷെ വേറൊരാളുടെ കൂടെ നിൽക്കുന്ന ആളാണെന്ന് കേൾക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടോ? സ്തോത്രം. ഇതിനൊക്കെ കഴിയണമെങ്കിൽ നമ്മുടെ ഞാൻ എന്നുള്ള ഭാവം, സെൽഫിഷ് മൈൻഡ്, ഈഗോ, ഇതെല്ലാം ചത്താൽ മാത്രമേ ഇതൊക്കെ കഴിയൂ. സാധാരണ ഒരാൾ കഴിയുന്ന കാര്യമല്ല. ഇനി ഇത് മാത്രമല്ല, പത്രോസും യോഹന്നാനും കൂടെ ഒരുമിച്ചായി ഇവർ പ്രവർത്തിച്ച, പക്ഷെ ഒരിക്കൽ ഇവർ തമ്മിൽ പിരിഞ്ഞു. ഇവർ തമ്മിൽ പിരിഞ്ഞത് അടിയുണ്ടാക്കിയല്ല പിരിഞ്ഞത്. പൗലോസ് വരെ പിരിഞ്ഞത് അടിയുണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഒന്നും നിങ്ങൾ ധരിക്കരുത്. പൗലോസും ബർണവാസും കൂടാണ് ആദ്യം മിനിസ്റ്റർ ചെയ്തത്. പക്ഷെ അവർ തമ്മിൽ പിരിഞ്ഞത് എങ്ങനെ? മർക്കോസിന്റെ കാര്യം പറഞ്ഞ് അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി തർക്കിച്ചാണ് പിരിഞ്ഞത്. കണ്ടോ? പൗലോസ് പോലും കൂടെ മിനിസ്റ്റർ ചെയ്ത ആളുമായി പിരിഞ്ഞത് ഒരു വലിയ വാദപ്രതിവാദങ്ങളിലൂടെയാണ്. പക്ഷെ യോഹന്നാനെയും പത്രോസിനെ നോക്കുക, അവർ പിരിഞ്ഞത് വാദപ്രതിവാദങ്ങളിലൂടെയല്ല, ശുശ്രൂഷാബന്ധിതമായിട്ടാണ് പിരിഞ്ഞത്. എന്താ ശുശ്രൂഷാബന്ധിതം എന്ന് പറയാൻ കാരണം? യെരുശലേം ദേവാലയത്തിന്റെ നാശവും യെരുശലേം നഗരത്തിന്റെ നാശവും നിമിത്തം ജനം ചെതറിയോടിപ്പോയപ്പോൾ പത്രോസിന് ഒരു സ്ഥലത്ത് നിൽക്കേണ്ടി വന്നു. യോഹന്നാന് എഫസോസിലേക്ക് പോയി പ്രവർത്തിക്കേണ്ടിയും വന്നു. അങ്ങനെ ശുശ്രൂഷാബന്ധിതമായിട്ടാണ് അവർ പോയത്, അവരുടക്കിയല്ല പിരിഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എപ്പോഴും യോഹന്നാൻ ഒരു കാര്യം മനസ്സിലാക്കി, എന്താണെന്നറിയാമോ? ഇപ്പോൾ ഞാൻ പത്രോസിന്റെ കൂടെ നിൽക്കേണ്ട സമയമാണ്, എന്നാൽ എന്നെ തനിച്ചു ദൈവം ഉപയോഗിക്കുന്ന ഒരു കാലം വരുന്നു. നോക്കിക്കേ, എന്താണ് ആ കാലം? ആ കാലമാണ് എഫസോസിൽ നിന്ന് പത്മോസിലെത്തിയ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയ കാലം. എന്താ യോഹന്നാന് നിന്റെ കൂടെ നിന്ന മെയിൻ സ്ട്രീമായ പത്രോസിന് പോലും കിട്ടാത്തൊരു വെളിപ്പാട് പത്മോസ് ദ്വീപിൽ യോഹന്നാന് ലഭിക്കുമ്പോൾ യോഹന്നാനോട് ദൈവം പറയുന്നത്, നീ ഈ ദ്വീപിൽ തീരുമെന്നോർത്താണ് നിന്നെ പത്മോസിൽ കൊണ്ടുവന്ന് ചക്രവർത്തി വിട്ടത്. പക്ഷേ യോഹന്നാനോട് ദൈവം പറയുന്ന കാര്യം എന്താ? ഡൊമീഷ്യൻ ചക്രവർത്തിക്ക് തെറ്റുപറ്റിപ്പോയി.
നീ ഇവിടെ തീരും, നിന്റെ ജീവിത ചരിത്രം ഇവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ നിന്നെ വിട്ടത്. പക്ഷേ നിന്റെ ജീവിത ചരിത്രത്തിന്റെ കൂടെ മറ്റൊരു ചരിത്രം കൂടെ ചേർത്ത് എഴുതാനാണ് ഞാൻ നിന്നെ പത്മോസിലേക്ക് കൊണ്ടുവന്നത്. നോക്കിക്കേ, ഇന്ന് രാവിലെ ചില പത്മോസുകൾ നിനക്ക് ദൈവം അനുവദിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നിന്റെ ചരിത്രത്തിന്റെ കൂടെ പുതിയ ചില എഴുത്തുകൾ, പുതിയ ചില ചരിത്രങ്ങളെ കൂടെ ആഡ് ചെയ്യാൻ, നീ കാണാത്ത ചിലതുകൂടെ നിന്നെ കാണിക്കാൻ ദൈവത്തിന് മനസ്സുണ്ട്. അതുകൊണ്ടാണ് ചില പത്മോസുകൾ അനുവദിച്ചത്. നോക്കുക, ആ പത്മോസിൽ എത്തിയപ്പോൾ യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ യോഹന്നാൻ ആത്മഭൂഷനാകുകയാണ്. സ്തോത്രം. ഞാന് ഇവിടുന്ന് മറ്റൊരു കാര്യം പറയാം. ഒന്ന്, യോഹന്നാന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഞാനോ കുറയണം, ക്രിസ്തു വളരണം. 2, ശുശ്രൂഷയുള്ള കർത്തൃദാസന്റെ പിന്നിൽ മെയിൻ സ്ട്രീം ആകാൻ ആഗ്രഹിക്കാതെ തന്റെ കാലം എത്തുന്നിടം വരെ മറഞ്ഞിരുന്ന യോഹന്നാൻ. നോക്കി, 3-ാമത്തെ പ്രത്യേകത, അതാണ് ഞാൻ പറയാനാണ് മുമ്പേ കുറുവാക്യം വായിച്ചത്. സ്തോത്രം. 3-ാമത്തെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുകയുണ്ടായി. ആ സ്റ്റേറ്റ്മെന്റ് യോഹന്നാൻ എന്ന് ഞാൻ പേര് പറയുന്നില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിന്റെ മാറോട് ചേർന്ന് ഇരുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. നമ്മൾ വായിച്ചു തുടങ്ങിയ കുറുവാക്യം അങ്ങനെയാണ് വായിച്ചത്. സ്തോത്രം. അപ്പോൾ മാറോട് ചേർന്നിരുന്നു എന്ന ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തു വായിക്കാൻ കാരണം, യോഹന്നാൻ 13:23 മാറോട് ചേർന്നിരുന്ന ശിഷ്യൻ, ആ മാറോട് ചേർന്നിരുന്നിട്ട് മുകളിലോട്ട് നോക്കുന്നത് യേശുവിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. ഇതിനൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താ ചോദിച്ചാൽ, അപ്പോൾ കണ്ട യേശുവും മാറോട് ചേർന്നിരുന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ കണ്ട യേശുവിന്റെ മുഖവും പത്മോസിലെ യേശുവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? മാറോട് ചേർന്നിരുന്നപ്പോൾ താൻ കണ്ട യേശു ഈ ലോകത്തിൽ ജനിച്ച്, ഈ ലോകത്തിൽ ജീവിച്ച്, ഈ ലോകത്തിൽ ശുശ്രൂഷിച്ച്, ഈ ലോകത്തിൽ തന്നെ മരിച്ച യേശുവിനെയാണ് യോഹന്നാൻ കണ്ടത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ യേശുവിനെയാണ് യോഹന്നാൻ കണ്ടത്. പക്ഷേ പത്മോസിൽ യോഹന്നാൻ കണ്ട യേശു ലോകത്തിലെ യേശു അല്ല, സഭയിലെ യേശുവാണ്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിലൂടെ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുലാത്തുന്നവൻ. അത് ആ 7 പൊൻനിലവിളക്കുകൾ സഭയല്ലേ? അപ്പോൾ സഭയുടെ നടുവിലെ യേശുവിനെയാണ് യോഹന്നാൻ പത്മോസിൽ കണ്ടത്. നോക്കിക്കേ, വെളിപ്പാടിന്റെ വ്യത്യസ്ത വീക്ഷണം കണ്ടോ? മാറോട് ചേർന്നിരുന്ന ശിഷ്യൻ മുകളിലോട്ട് നോക്കിയപ്പോൾ കണ്ടത് ലോകത്തിലെ യേശുവിനെയാണ്. പക്ഷെ പത്മോസിലെത്തിയ ശിഷ്യൻ കണ്ടത് സഭയിലെ യേശുവിനെ. കുഞ്ഞെ, ലോകത്തിലെ യേശുവിനെ എല്ലാവർക്കും കാണാം. സഭയിലെ യേശുവിനെ കാണണമെങ്കിൽ ചില പത്മോസുകൾ സഹിക്കാനുള്ള കൃപ നിനക്ക് വേണം. ചില പത്മോസുകളിലൂടെ നീ കടന്നു പോകുമ്പോൾ പലർക്കും കഴിയാത്ത സഭയ്ക്കകത്തെ യേശുവിനെ, അവന്റെ മഹത്വത്തെ, അവന്റെ അംഗലാവണ്യങ്ങളെ, അവന്റെ തേജസ്സിനെ നിനക്ക് ദർശിക്കാൻ കഴിയും. അങ്ങനാണെങ്കിൽ ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീക്ഷണങ്ങൾക്ക് വ്യത്യാസം വരട്ടെ, നിങ്ങളുടെ ചിന്തകൾക്ക് വ്യത്യാസം വരട്ടെ. നമുക്ക് പറയാം, പത്മോസ് വേണ്ട എന്നല്ല. ചില പത്മോസുകൾ നമ്മുടെ ദർശനങ്ങളെ ചേഞ്ച് ചെയ്യിപ്പിക്കാനുള്ള, വീക്ഷണങ്ങളെ ചേഞ്ച് ചെയ്യിപ്പിക്കാനുള്ള ദൈവത്തിന്റെ മാധ്യമമാണെങ്കിൽ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ എന്റെ വാക്കിന് വിരാമം കുറിക്കുന്നു. സ്തോത്രം. ആ കാര്യം പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നതിന്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു. യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് അവകാശപ്പെടുകയാണ്. ഒരിക്കൽ പോലും യോഹന്നാൻ അങ്ങനെ അവകാശപ്പെട്ടതായിട്ട് എനിക്കറിയില്ല.
പത്രോസ് അവകാശപ്പെട്ടെങ്കിലും പത്രോസിന്റെ ആ സ്നേഹത്തെ ടെസ്റ്റ് ചെയ്യാനാണ് യേശു ചോദിച്ചത്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന്. ആ ടെസ്റ്റിൽ പത്രോസ് പൂർണ്ണമായും വിജയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ യോഹന്നാൻ ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നുള്ള ഒരു അവകാശവാദങ്ങളൊന്നും പറഞ്ഞില്ല. എപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ കൂടെ കാണുമെന്നൊന്നും പറഞ്ഞ് പത്രോസിനെ പോലെ യോഹന്നാൻ നടന്നില്ല. പക്ഷേ യോഹന്നാനോട് യേശുവാണ് പറഞ്ഞത്, അല്ലെങ്കിൽ യോഹന്നാനെ കുറിച്ച് യേശുവാണ് പറഞ്ഞത് എന്ത്? താൻ സ്നേഹിച്ച ശിഷ്യന്. അങ്ങനെയാണെങ്കിൽ നിന്നെക്കുറിച്ച് ലോകവും നീയുമല്ല അഭിപ്രായം പറയേണ്ടത്, സ്വർഗമാണ് നിന്നെക്കുറിച്ച് പറയേണ്ടത്. നീ സ്വർഗവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം എത്ര വലുതാണ്. സ്തോത്രം. ഞാന് ഈ യോഹന്നാനെ നോക്കിയപ്പോൾ യോഹന്നാൻ ഒത്തിരി പ്രത്യേകതയുണ്ട്. ഞാൻ എന്നെ സ്വാധീനിച്ചതിന്റെ കാര്യങ്ങളെ പറയുന്നു. യോഹന്നാനിൽ കണ്ട ഒരു വിഷയം, യോഹന്നാൻ യേശുവിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ശിഷ്യവൃന്ദങ്ങളിൽ ഒക്കെ മുകളിലായി യേശുവിനെ സ്നേഹിച്ചത് യോഹന്നാനാണെന്നുള്ളതിന്റെ തെളിവാണ് യേശു യോഹന്നാനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ സ്നേഹിച്ച ശിഷ്യനെന്ന്. സ്തോത്രം. അപ്പൊ ആ യോഹന്നാന്റെ സ്നേഹം യോഹന്നാൻ പ്രവൃത്തിയിൽ തെളിയിച്ചത് എങ്ങനെയാണെന്നറിയാമോ? യേശുവിനോടുള്ള യോഹന്നാന്റെ സ്നേഹം യോഹന്നാൻ പ്രവൃത്തിയിൽ തെളിയിച്ചു. അവിടെ പത്രോസ് തോറ്റുപോയി. കാരണം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആള് യേശുവിന്റെ ക്രൂശുമരണം വന്നപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു, ചിതറിയോടിപ്പോയി. പക്ഷേ താൻ യേശുവിനെ ഇവരിലെല്ലാം അധികമായി സ്നേഹിക്കുന്നുവെന്ന് പ്രവർത്തികൾ കൊണ്ട് യോഹന്നാൻ തെളിയിച്ചു. എങ്ങനെയാ തെളിയിച്ചത്? ഒന്നാമത്തെ കാര്യം അതാ നമ്മൾ വായിച്ചത് 13:23. യേശുവിന്റെ ഉള്ളം വേദനിക്കുന്ന രാത്രി, അടുത്ത ദിവസം കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുകയാ. തലേ രാത്രിയിൽ യേശുവിന്റെ ഉള്ളം വേദനിക്കുകയാ. തന്റെ നെഞ്ചു പിടയുന്ന ആ രാത്രിയിൽ യേശുവിന്റെ മാറിൽ ചാരി ഇരുന്നു കൊണ്ട് യോഹന്നാൻ യേശു ക്രിസ്തുവിനോടുള്ള തന്റെ അടുപ്പത്തെ ബോധ്യപ്പെടുത്തുകയാണ്. സ്തോത്രം. അത് പ്രവൃത്തിയിലൂടെ തനിക്ക് യേശുവിനോടുള്ള സ്നേഹം താൻ തെളിയിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്ക്, താൻ യേശുവിനെ സ്നേഹിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് യോഹന്നാൻ 19:26. യേശുക്രിസ്തുവിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ ഉത്തരവാദിത്വം യോഹന്നാൻ ഏറ്റെടുക്കുക. എന്താ ഉത്തരവാദിത്വം? യേശു പറഞ്ഞു, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. അവിടെ യോഹന്നാനെ വിളിക്കുന്നില്ല, ശിഷ്യനെന്നേ പറയുന്നുള്ളൂ. ഇതാ നിന്റെ അമ്മ. മറിയോട് പറയുന്നു, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞാൽ താനാണ് അമ്മയുടെ ഉത്തരവാദിത്വം ചെയ്യേണ്ടത്. പക്ഷെ തനിക്ക് ഇനി ഈ ഭൂമിയിൽ സമയമില്ല, താൻ മരിക്കുകയാ. പക്ഷേ തന്റെ ഉത്തരവാദിത്വം, തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഉള്ളത്തിൽ ചിന്തിച്ച, അല്ലെങ്കിൽ താൻ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനെ ഫലമേൽപ്പിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഭംഗിയോടെ യോഹന്നാൻ ഏറ്റെടുക്കുക. നിങ്ങൾ നോക്കിയ വേറെ എത്ര ശിഷ്യന്മാരോട് ഉണ്ടായിരുന്നു. ആ നാഴിക മുതൽ യോഹന്നാൻ അവളെ വീട്ടിൽ ചേർത്തെന്നാ പറയും. കൂടാതെ യോഹന്നാൻ അല്ലാതെ യേശുവിന് മറ്റ് സഹോദരന്മാരുണ്ടായിരുന്നല്ലോ, അവരെ ഒന്നും ഏൽപ്പിച്ചില്ല. ഇന്ന് രാവിലെ ദൈവാത്മാ പറയുന്നു, നീ കർത്താവിനെ സ്നേഹിക്കുന്നുവെന്ന് 1000 പ്രാവശ്യം വാ തോരാതെ പറയുന്ന നല്ല കാര്യം, പിന്നെ പ്രവൃത്തിയിലൂടെ തെളിയിക്കണം. യേശു ക്രിസ്തുവിന്റെ ഉത്തരവാദിത്തങ്ങൾ നിന്റെ ഉത്തരവാദിത്തമായി നീ ഏറ്റെടുക്കുമ്പോഴാണ് നീ യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് വ്യക്തിപരമായ ജീവിതത്തിലൂടെ ബോധ്യപ്പെടുന്നത്. ഇന്ന് രാവിലെ നാം കർത്താവിന് വേണ്ടി നമ്മുടെ സഭയിലാകട്ടെ, നമ്മുടെ പ്രാദേശിക സഭയിലാകട്ടെ, പാട്ടുപാടുകയോ അല്ലെങ്കിൽ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ആ സഭയ്ക്ക് വേണ്ടിയല്ല, അവിടുള്ള ആരുടെയും മാർക്കിന് വേണ്ടിയല്ല. പകരം കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുക എന്നുള്ളത് നാം അവനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെറ്റിക്കൂടാത്ത തെളിവാണെന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. കൂടാതെ യോഹന്നാൻ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മുമ്പേ നമ്മൾ വായിച്ച 2-ാം വാക്യം, 4-ാം വാക്യം, 8-ാം വാക്യത്തിലൊക്കെ യേശു ഉയർത്തെഴുന്നേറ്റ വാർത്ത അറിഞ്ഞതും ആദ്യം ഇറങ്ങി ഓടിയത് പത്രോസാണ് കല്ലറയിലേക്ക്. പക്ഷേ കല്ലറയിൽ എത്തിയത് യോഹന്നാനാ. കാരണം പത്രോസിനെ ഓവർകം ചെയ്തുകൊണ്ട് യോഹന്നാൻ ഓടിക്കേറി. കുഞ്ഞെ, യേശുവിനെ സ്നേഹിക്കുന്നതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? അവന് വേണ്ടി നിന്റെ കാലുകളുടെ വേഗത കൂടും. ഏതെങ്കിലും വീടിനകത്ത് ചടഞ്ഞുകൂടി
ഉറക്കം തൂങ്ങി അത് ഇരിക്കുകയല്ല, പകരം കർത്താവിനെ സ്നേഹിക്കുന്നവനാണോ നിന്റെ കാലുകൾക്ക് അവന് വേണ്ടി ഓടുവാനുള്ള വേഗത കൂടുകയാണ്. സ്തോത്രം. കർത്താവിന് വേണ്ടി എങ്ങോട്ടും ഓടുവാനുള്ള വേഗത വർദ്ധിക്കുന്നത് അവനോടുള്ള സ്നേഹം പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ്. സ്തോത്രം. മൂന്നാമതായി നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അടുക്കൽ വരികയാണ്. അവർ മീൻ പിടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കർത്താവ് അവിടെ വന്ന് ഇവരോട് സംസാരിക്കുകയാണ്. അവിടെ വെച്ചാണ് കർത്താവ് ചോദിച്ചത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ കർത്താവ് അവരോട് ചോദിക്കുന്ന ഭാഗം നമുക്കറിയാം. സ്തോത്രം. ഫൈനലി അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. കർത്താവ് പറഞ്ഞു, പടകിന്റെ വലതു ഭാഗത്ത് വല വീശുവിൻ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടും. കർത്താവ് പറഞ്ഞ പോലെ മീനിന്റെ പെരുപ്പ നിമിത്തം വല വലിക്കാൻ കഴിഞ്ഞില്ല, അതുപോലെ നിറഞ്ഞു വല. പക്ഷെ അപ്പോൾ ഒരു ശിഷ്യൻ പറയുന്നുണ്ട്. ആ ശിഷ്യൻ ആരാ? യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു. നോക്കിക്കേ, അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പത്രോസ് എന്ത് ചെയ്തു? നഗ്നനായി അരയിൽ ചുറ്റി കടലിൽ ചാടിയതേ ഉള്ളൂ. പക്ഷേ ഈ കർത്താവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞത് ആരാന്നറിയാമോ? യേശു സ്നേഹിച്ച യോഹന്നാനാണ്. നോക്കിക്കേ, ഒരു കാര്യം, 12 പേരോ അല്ലെങ്കിൽ 11 പേരോ ഇവിടെ ഉണ്ട്. പക്ഷെ ശബ്ദം തിരിച്ചറിഞ്ഞത് ആരാന്നറിയാമോ? യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച ശിഷ്യനാണ്. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആയിരക്കണക്കിന് ആളുകൾ കർത്താവിന്റെ പേരിൽ നിന്ന് കാണും. പക്ഷേ അവന്റെ ശബ്ദം തിരിച്ചറിയുന്നത് അവനെ സ്നേഹിക്കുന്ന, അവനുമായിട്ടുള്ള ബന്ധത്തിൽ പോകുന്ന യോഹന്നാനാണോ നീ? നിനക്ക് മാത്രമേ അവന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. വേറെ എത്രയോ പേരുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, പക്ഷേ അവന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നില്ല. യേശു പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം തിരിച്ചറിയുന്നു. ഇന്ന് രാവിലെ കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയുക, പ്രവൃത്തിയിലൂടെ അവനോടുള്ള സ്നേഹം തെളിയിക്കുക. കൂടാതെ 21-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ടു. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. എന്താ അതിന്റെ അർത്ഥം? പിൻചെല്ലുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ അത് യേശുവിനെ സ്നേഹിക്കുന്ന യോഹന്നാൻ യേശുവിനെ പിൻഗമിക്കുന്നതാണ് കാണുന്നത്. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കൂടെ 11 ശിഷ്യന്മാര് യൂദായി വിട്ടേര്, ബാക്കി 10 പേരും യേശുവിനെ എന്ത് ചെയ്തില്ല? പിൻഗമിച്ചില്ല. പക്ഷെ ക്രൂശിന്റെ ചുവട്ടിൽ വരെ പിൻഗമിച്ച ഒറ്റ ഒരാൾ യോഹന്നാനാണെങ്കിൽ, നിന്റെ സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം നീ പ്രകടിപ്പിക്കുന്നത് ഇടയ്ക്ക് വെച്ച സ്നേഹം മുറിഞ്ഞ് പിന്മാറ്റത്തിൽ പോയി അല്ല, പിന്നെ കർത്താവിന്റെ അന്ത്യം വരെ അവനെ പിൻഗമിച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തെ നീ തെളിയിക്കാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. യോഹന്നാൻ യേശുവിനെ പിൻഗമിച്ചത് എവിടെ വരെയാണെന്നറിയാമോ? സ്തോത്രം. അത് പത്മോസ് വരെ മാത്രമല്ല, പത്മോസിൽ നിന്ന് മടങ്ങി എഫസോസിൽ വന്ന് താൻ മരിക്കുന്നിടം വരെ, അല്ലെങ്കിൽ താൻ പത്മോസിൽ നിന്ന് വെളിപ്പാടിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നിടം വരെ, താൻ തന്റെ ജീവശ്വാസം നിലയ്ക്കുന്നിടം വരെ താൻ യേശുവിനെ പിൻഗമിച്ചു. ഇന്ന് രാവിലെ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, വെറുതെ കുറച്ച് കൊട്ടിപ്പാട്ടും കുറച്ച് അന്യഭാഷയും മാത്രം പറഞ്ഞു പോകാതെ, യേശുവിനെ സ്നേഹിക്കുന്നതിന്റെ വ്യക്തമായ തെളിവ് പ്രവൃത്തിയിലൂടെ തെളിയിക്കാൻ, അവന്റെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് തെളിയിക്കാൻ, അവന് വേണ്ടി കാലുകളുടെ വേഗത കൂട്ടിക്കൊണ്ട് തെളിയിക്കാൻ, അവന് വേണ്ടി മരണം വരെ യേശുവിനെ പിൻഗമിച്ചുകൊണ്ട് തെളിയിക്കാൻ, അവന് വേണ്ടി അവന്റെ ശബ്ദത്തെ തിരിച്ചറിയുന്നവരായി തെളിയിക്കാൻ, കൂടാതെ എപ്പോഴും യേശു ക്രിസ്തു മാത്രം ഉയരണം എന്നുള്ള ആ മനോഭാവത്തോടു കൂടെ നിന്ന് കർത്താവ് നമ്മുടെ ശുശ്രൂഷയിൽ ഉയർത്തപ്പെടുവാൻ, അത് പ്രവർത്തിലൂടെ തെളിയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ ഈ ചിന്തകൾ നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു ധ്യാന വിഷയമാകണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാനാണ് ദൈവം നമ്മെ വിളിച്ചത്. ആ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നില്ലെങ്കിൽ കാഹളം ധരിക്കുമ്പോൾ നമ്മുടെ കാര്യം എന്തായിത്തീരും? ഇന്ന് രാവിലെ നമുക്കൊന്ന് സമർപ്പിക്കാം, കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് വിധേയപ്പെടാം. ദൈവാത്മാവ് ഇന്ന് രാവിലെ നമ്മെ പണിയാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ഒരാവർത്തി കേട്ട് കുറച്ച് കുറിപ്പുകൾ എഴുതി വെക്കുക എന്നുള്ളതിന്റെ അപ്പുറം വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ അത് സ്വായത്തമാക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച്
ഇന്ന് രാവിലെ നൽകിയ കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യും. അങ്ങ് ഞങ്ങളെ പണിയുന്നതിനായി സ്തോത്രം. യോഹന്നാനെ പോലെ കർത്താവ് ഞങ്ങൾക്ക് മെയിൻ സ്ട്രീം ആകണ്ട, അങ്ങ് ഞങ്ങൾ ഉപയോഗിക്കുന്ന കാലം വരെ നിഴലിൻ കീഴിൽ അങ്ങയുടെ ദാസന്മാരുടെ കീഴിൽ മറഞ്ഞിരിപ്പാൻ അങ്ങ് സഹായിക്കണം. ഞങ്ങളിലൂടെ ഞങ്ങളല്ല, അങ്ങ് മാത്രം ഉയർത്തപ്പെടുക. ഞങ്ങളുടെ പേര് ഒരിടത്തും വരണ്ട. ഞങ്ങൾ അതിനായി പണിയപ്പെടുവാൻ ഞങ്ങളെ വിധേയപ്പെടുത്തുന്നു. കർത്താവ് അങ്ങയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി കാലുകൾ വേഗതയിൽ ഓടിക്കുവാൻ, കർത്താവ് ഈ ദിവസങ്ങളിൽ അങ്ങയുടെ ശബ്ദം തിരിച്ചറിയുവാൻ, അങ്ങയ്ക്ക് വേണ്ടി മരണം വരെ അങ്ങ് അനുഗമിക്കുവാൻ, ഞങ്ങൾ മറ്റുള്ളവരെ പോലെ ലോകത്തിലെ യേശുവിനെ അല്ല, സഭയിലെ യേശുവിനെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന വ്യാജനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ സമശിഷ്ടങ്ങളോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം, നന്ദി. കർത്താവ് ഈ വചനങ്ങളെ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.